ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയിലെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ശരിവെച്ചെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. കേന്ദ്ര ഗ്രാന്റിൽ 3 വർഷം കൊണ്ട് 19,000 കോടി രൂപയുടെ കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനതു വരുമാനം 56% വർദ്ധിപ്പിച്ചാണ് സംസ്ഥാനം പിടിച്ചുനിന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. പെൻഷൻ തുക കൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചട്ടം 300 അനുസരിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ജീവനക്കാരുടെ DA, ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവയുടെ 2 ഗഡു ഈ വർഷം മുതൽ നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ വിമർശനം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക്, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക്, ഞങ്ങൾ നിങ്ങളെ വിമർശിച്ച കാര്യങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ 300 സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റിലൂടെ. സർക്കാരിന്റെ മുൻഗണനയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതെന്നും പറഞ്ഞതെല്ലാം നടപ്പാക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. പ്രതിപക്ഷം തലക്കെട്ടിനു വേണ്ടി സംസാരിക്കുമ്പോൾ വസ്തുതകൾ മറക്കരുതെന്നും മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാനുള്ള സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം.